ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി ജയിച്ച് ദക്ഷിണേന്ത്യയിലെ ധീരനായികയുടെ കഥയാണ്. കേരളത്തിന് പുറത്ത് കർണാടകത്തിലെ കിട്ടൂരിൽ നിന്നു പൊങ്ങി വന്ന് റാണി ചെന്നമ്മയുടെ വീരഗാഥ. 1778 ബെൽഗാവി ജില്ലയിലെ ചെറിയ ഗ്രാമമായ കിട്ടൂരിൽ ആണ് ചെന്നമ്മ ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ അവൾ വാളിൽ, കുതിരയോട്ടത്തിൽ, അമ്പെയ്ത്തിൽ എല്ലാം കഴിവുള്ളവളായിരുന്നു. സാധാരണ രാജകുമാരികളിൽ നിന്ന് വ്യത്യസ്തയായി ചെന്നമ്മയെ ജനങ്ങൾ ധീരനായിക എന്ന നിലയിൽ ആദരിച്ചു. 1814 ഭർത്താവായ മല്ലസാർ രാജാവ് അന്തരിച്ചതോടെ ചെന്നമ്മ കിട്ടൂരിന്റെ ഭരണചുമതലയേറ്റെടുത്തു. അപ്പോൾ തന്നെ ബ്രിട്ടീഷുകാർ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് നിയമം പറഞ്ഞു കിട്ടൂർ രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ചെന്നമ്മ പറഞ്ഞു, ഈ നാടും എന്റെ ജനങ്ങളും ഞാൻ ജീവിക്കുന്നത്രയും അവർക്ക് അടിമകളാവില്ല. 1824 ബ്രിട്ടീഷ് സൈന്യം കിട്ടൂർ ആക്രമിച്ചു. അവരുടെ ആയുധങ്ങളും സൈന്യവും ഭീകരമായിരുന്നു. എന്നാൽ ചെന്നമ്മ തന്റെ ചെറിയ സേനയോടൊപ്പം ബ്രിട്ടീഷുകാരെ നേരിട്ടു. അവളുടെ നേതൃത്വത്തിൽ നാട്ടിലെ പുരുഷന്മാരും സ്ത്രീകളും ധൈര്യത്തോടെ ആയുധമെടുത്തു. ചരിത്രം പറയുന്നു, ആദ്യ യുദ്ധത്തിൽ ചെന്നമ്മ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി. അവളുടെ വിജയം കേട്ടപ്പോൾ സമ്പൂർണ്ണ ദക്ഷിണേന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന്റെ തീ പടർന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ വലിയ സൈന്യവുമായി തിരിച്ചെത്തി. അവസാനം ചെന്നമ്മയെ പിടികൂടി ജയിലിലടച്ചു. അവിടെ 1829 ചെന്നമ്മ വീരമൃത്യു വരിച്ചു. കിട്ടൂർ റാണി ചെന്നമ്മ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്വാതന്ത്ര്യ സമര നായിക. അവൾ നമ്മെ പഠിപ്പിച്ചത് ധൈര്യത്തിനും ദേശസ്നേഹത്തിനും മുന്നിൽ ഏറ്റവും ശക്തനായ ശത്രുവും ചെറുതാണ് എന്നതാണ്. ഇന്നും കർണാടകത്തിലെ ജനങ്ങൾ അവളുടെ പേരിനെ മാതൃഭൂമിയുടെ പുത്രി എന്നു ആദരിക്കുന്നു. ചെന്നമ്മയുടെ കഥ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ കമന്റിൽ അറിയിക്കൂ. ഇതുപോലെ ധീരനായികമാരുടെ കഥകൾ അറിയാൻ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.